പിത്താശയക്കല്ല് ഉള്ളത് കൊണ്ട് ഉണ്ടാവുന്ന ക്ലിനിക്കൽ സിംറ്റംസ് എന്തൊക്കെയാണ്? ആദ്യമൊക്കെ ഇത് പലപ്പോഴും അസിംറ്റമാറ്റിക്, അതായത് പ്രത്യേകിച്ച് ലക്ഷണങ്ങളൊന്നും ഇല്ലാതെയായിരിക്കും രൂപപ്പെടുന്നത്. എന്നാൽ കുറച്ച് സിവിയർ ആവുന്ന സമയത്ത് ഈ ഒരു സ്റ്റോൺസ് ഒന്നെങ്കിൽ വലുതാവുക, അല്ലെങ്കിൽ നമ്മുടെ പിത്താശയത്തിന്റെ നെക്കിലൊക്കെ പോയി ഒബ്സ്ട്രക്ഷൻ ഉണ്ടാവുകയൊക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇത് സിംറ്റംസ് പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് തുടങ്ങും. അപ്പൊ പ്രധാനമായിട്ടും വയറുവേദനയാണ് ഇതിന്റെ ഏറ്റവും പ്രധാന ലക്ഷണം. വയറുവേദന എന്ന് പറയുമ്പോൾ വയറിന്റെ ഈ ഒരു വലത് ഭാഗത്ത്, മുകൾ ഭാഗത്തായിരിക്കും വേദന അനുഭവപ്പെടുന്നത്. ഇത് പലപ്പോഴും വലുത് തോളിലേക്ക്, അതുപോലെ തന്നെ നെഞ്ചിന്റെ ഭാഗത്തേക്ക്, അല്ലെങ്കിൽ നമ്മുടെ ബാക്കിലേക്ക്, പുറഭാഗത്തേക്ക് ഒക്കെ റേഡിയേറ്റ് ചെയ്യുന്ന രീതിയിലുള്ള ഒരു പെയിൻ ആയിരിക്കും. അതോടൊപ്പം എല്ലായ്പ്പോഴും വോമിറ്റിംഗ് ഉണ്ടാവാം, അതുപോലെ വയറിളക്കം ചിലർക്ക് വരാം, പിന്നെ ജോണ്ടിസിന്റെ പോലെയുള്ള സിംറ്റംസ് ചിലർക്ക് കാണിച്ചു എന്ന് വരാം. അതായത് സ്കിന്നിലും കണ്ണിലും ഒക്കെ മഞ്ഞ കലർന്ന നിറം വരുന്നതായിട്ട് ചിലർക്ക് കാണാറുണ്ട്. അതുപോലെ തന്നെ പ്രോപ്പറായിട്ട് ദഹനം നടക്കാതെ വരുന്നു, അതുപോലെ തന്നെ ഭക്ഷണത്തിനോട് താല്പര്യമില്ലാതെ വരുന്നു, അമിതമായിട്ടുള്ള ക്ഷീണം വരുന്നു, ചിലപ്പം ഒരു ചെറിയ ടെമ്പറേച്ചറും കൂടി ഇതിനോടൊപ്പം ചേർന്ന് കാണാറുണ്ട്. ഇതെല്ലാമാണ് ഇതിന്റെ പ്രധാനപ്പെട്ട ലക്ഷണങ്ങൾ. ഈ ബുദ്ധിമുട്ടുകളെല്ലാം പലപ്പോഴും നമ്മളൊരു ഫാറ്റി ആയിട്ടുള്ള മീൽ എടുത്തതിന് ശേഷം, പ്രത്യേകിച്ച് ബിരിയാണി അങ്ങനെ കൊഴുപ്പ് അധികമുള്ള ഭക്ഷണങ്ങൾ കഴിച്ചതിന് ശേഷമായിരിക്കും അധികരിക്കുന്നത്. ഇത് ഡയഗ്നോസ് ചെയ്യുന്നത് പലപ്പോഴും ഒരു അൾട്രാസൗണ്ട് സ്കാനിങ് വഴിയാണ്. കൂടാതെ CT പോലെയുള്ള ടെസ്റ്റുകളിൽ, അതുപോലെ ഒരു ബ്ലഡ് ടെസ്റ്റ്, ലിവർ ഫംഗ്ഷൻ ടെസ്റ്റുകളിലും ഒക്കെ നമുക്ക് ഈ ഒരു ഗോൾ ബ്ലാഡർ സ്റ്റോൺ കണ്ടുപിടിക്കാനായിട്ട് സാധിക്കാറുണ്ട്.